അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ നബിയിൽ ഉമ്മിയിൽ ഹബീബിൽ ആലിൽ ഖദ്രിൽ അളീമിൽ ജാഹ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. യാ റബ്ബി സ്വല്ലി വസല്ലിമൻ തസ്ലീമാ അലൻ നബിയ്യി വആലിഹി തഅമീമാ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. الذين يتبعون الرسول النبي الأمي الذي يجدونه مكتوبا عندهم في التوراة والإنجيل يأمرهم بالمعروف وينهاهم عن المنكر ويحل لهم الطيبات ويحرم عليهم الخبائث ويضع عنهم إصرهم والأغلال التي كانت عليهم فالذين آمنوا به وعزروه ونصروه واتبعوا النور الذي أنزل معه أولئك هم المفلحون. സൂറത്തുൽ അറാഫ് 157 ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നമുക്ക് പരിചയപ്പെടുത്തി തരികയാണ്. ജൂതന്മാരും ക്രിസ്ത്യാനികളും അവരുടെ പക്കലുള്ള തൗറാത്തിലും ഇഞ്ചീലിലും എഴുതപ്പെട്ട് കാണുന്ന അവരുടെ കിതാബുകളിൽ തൗറാത്തിലും ഇഞ്ചീലിലും പേര് പരാമർശിക്കപ്പെട്ട അവസാനത്തെ നബി സയ്യിദുനാ മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അക്ഷരാഭ്യാസം ലഭിക്കാത്ത പ്രവാചകനാണ്. ആ ദൂതനെ പിൻപറ്റുന്നവരാണവർ. ആ ദൂതൻ അവരോട് നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യും. എല്ലാ നല്ല സാധനങ്ങളും അവർക്ക് ആ ദൂതൻ അനുവദിച്ചു കൊടുക്കും. ചീത്തയായവ നിഷിദ്ധമാക്കും. തങ്ങളുടെ ഭാരങ്ങളെയും തങ്ങളുടെ മേലുണ്ടായിരുന്ന ചങ്ങലകളെയും അവരിൽ നിന്ന് ആ ദൂതൻ ഇറക്കി വെക്കും. അതുകൊണ്ട് തന്നെ അവരെ വിശ്വസിക്കുകയും ബഹുമാനിക്കുകയും സഹായിക്കുകയും അവരോടൊപ്പം ഇറക്കപ്പെട്ട പ്രകാശത്തെ അഥവാ പരിശുദ്ധമായ ഖുർആനിനെ പിന്തുടരുകയും ചെയ്തവർ ആരോ അവർ തന്നെയാണ് വിജയികൾ. പ്രിയമുള്ളവരെ, സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുറേ വിശേഷണങ്ങൾ ഈ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. ഒന്ന്, സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റസൂലാണ്. മറ്റൊന്ന്,